മാഷാ അല്ലാ മാഷാ അല്ലാ. പറയിക്കലോ അല്ലെങ്കിൽ കളിയാക്കാനോ ഒന്നും അല്ലടോ. ഇതെന്താ മനുഷ്യജീവിയാണോ പറഞ്ഞ്? കല്യാണം നിങ്ങളൊന്ന് പറ. ഈ റസൂൽ പൂക്കുട്ടിയായിട്ട് ഈ സജ്ജന ഫിറോസിൻ്റെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടാ? പിന്നെ എങ്ങനെയാണ് പിന്നെ എന്താ ഞാൻ ഗർഭിണിയാണ് മാഷാ അള്ളാ എന്ന് പറയുന്ന ഇത് വിട്ടത്? എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു അതിഥി കൂടിയെന്നാ മാഷാ അള്ളാന്നാ. എല്ലാത്തിനും ഇങ്ങനെ കള്ള ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ആ മാഷാ അള്ളേനെ വിളിച്ചിട്ട് വല്ല കാര്യമുണ്ടാ? സത്യം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ ഫിറോസ് എന്ന് പറയുന്ന മനുഷ്യനില്ലേ, അയാൾ ശരിക്കും പറഞ്ഞു തരാം. അയാൾ എന്തോ ആയിക്കോട്ടെ, അയാൾ എത്ര മാത്രം ഇതായിക്കോട്ടെ, പക്ഷെ അയാൾ ഒരു മുത്ത് തന്നെയാണ്. കാരണം അയാൾ പറഞ്ഞപ്പോൾ നമ്മളാരും വിശ്വസിച്ചില്ല. അതായത് അയാൾ പറഞ്ഞത് എൻ്റെ പിന്നെ ഇത് തകർത്തത് ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വന്നപ്പോഴും നമ്മളാരും വിശ്വസിച്ചില്ല. അതായത് ഒരു കുടുംബം തകർത്തിട്ട് ഈ സ്ത്രീക്ക് എന്താണ് കിട്ടാനുള്ളത്? ഈ റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നത് 10-55 വയസ്സുണ്ട് അയാൾക്ക്. അയാൾക്ക് കെട്ടിക്കാൻ പ്രായമായ മക്കളുണ്ട്, 2 മക്കളുണ്ട്. ആ പിള്ളേർക്ക് ഇന്ന് സ്കൂളിൽ പോകാൻ കഴിയുന്നില്ല. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്ത്രീ വന്ന് പറയുക, ഈ സ്ത്രീ മറ്റേ എന്താ പറയേണ്ടത്, അയാളെ പിന്നെ അവരെ ഭർത്താവിനെയും കെട്ടിപ്പിടിച്ചിട്ട് ഗർഭിണിയാണ്, അതുപോലെ തന്നെ 2 മാസമായി, അതുപോലെ ഈ ഡേറ്റൊന്നും അങ്ങനെ ഒക്കുന്നുമില്ല. ഇന്നിപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റസൂൽ പൂക്കുട്ടീൻ്റെ വീട്ടുകാർ പോയിട്ട് ഓടിച്ചു എന്നാണ് പറയുന്നത്. കാരണം ഇത്രയും വൃത്തികെട്ട ഒരു സ്ത്രീ അവിടുന്ന്, അത്രേ പറയാനുള്ളൂ. അതായത് ഇവർ കല്യാണം കഴിച്ച് മാന്യതയോട് കൂടിയിട്ട്, ശരിയാണ്, റസൂൽ പൂക്കുട്ടി ആ ഭാര്യ എന്നെ ഡിവോഴ്സ് ചെയ്ത് ഇവരെ കല്യാണം കഴിച്ച് മാന്യതയോട് ജീവിക്കുകയാണെങ്കിൽ ഓക്കെ. ഇതെന്ന് പറയുന്നത് ഇവർ കല്യാണം കഴിക്കുന്ന നമ്മളാരും കണ്ടിട്ടില്ലേ, നമ്മളെ കാണിച്ചുകൊണ്ട് കല്യാണം കഴിക്കണമെന്ന് പറയുന്നില്ല. പക്ഷേ ഇപ്പോഴും ലൈവിൽ എന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടീൻ്റെ ഭാര്യയും മക്കളും എല്ലാം ഉണ്ട്. അപ്പോഴെങ്ങനെയാണ് ഇവർ ഒരു ഫോട്ടോ എടുത്ത് ഇടുന്നത്? അല്ല ഇനി ആരെങ്കിലും തകർക്കാൻ വേണ്ടിയിട്ടാണ്? ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടിക്കുള്ളൊരു പണി തന്നെയാണ്, വേറെ ഒന്നുമല്ല. അയാൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേരിൽ മാത്രം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് ജനങ്ങളെടുക്കുന്നത് തെറി കേൾക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയാളുടെ കുടുംബക്കാർ മുഴുവൻ അയാൾക്ക് എതിരായി നിന്നിട്ടുണ്ട്. ഭയങ്കരമായിട്ട് അയാൾ വഴി കേൾക്കുന്നുണ്ട്. അതായത് ശരിയാണോ തെറ്റാണോ എന്നൊന്നും ആർക്കും അറിയില്ല. ഒരുത്തൻ്റെ ഫോട്ടോയും വെച്ചിട്ട് തോന്നിയവാസം കാണിച്ചിരിക്കുകയാണ് ഈ സജ്ജന ഫിറോസ് എന്ന് പറയുന്ന ഈ സ്ത്രീ. ആദ്യം ഒരു കല്യാണം കഴിച്ചു, അതിൻ്റെ അകത്തൊരു കൊച്ചുണ്ട്. രണ്ടാമത് ഒരു കല്യാണം കഴിച്ചു, അതിൻ്റെ അകത്തൊരു കൊച്ചുണ്ട്. ഇനിയിപ്പോഴും 3ാമത് കല്യാണം കഴിക്കാതെ ഒരു കൊച്ചോ? എന്തോ നാടേ ഇത്? ഇത് നമ്മുടെ സമൂഹം എങ്ങോട്ടാണ് പോകുന്നത്? ഇവരെയൊക്കെ എന്ന് പറഞ്ഞാൽ മനസ്സിൽ ആരാധിക്കുന്ന ഈശ്വരാ, ഇവരെയൊക്കെ ആരാധിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അയ്യോ, ഒരുപാട് ആൾക്കാർ ഇവരെയൊക്കെ വലിയ കാര്യത്തിൽ വലിയ ഇതായിട്ട് നടക്കുന്ന ആൾക്കാരുണ്ട്. എല്ലാം ഒരു ദിവസം കൊണ്ട് നില തകർത്ത് തരിപ്പണായിട്ട് കയ്യിൽ കൊടുത്തിട്ടാ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഒരു സ്ത്രീകൾ പോലും ഇതുപോലെ ആകരുത് എന്നേ പറയാനുള്ളൂ. അതായത് നിങ്ങൾ വേണമെങ്കിൽ നിങ്ങൾ ആരെടുക്കുന്നു വേണമെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വീകരിച്ചോ, എന്നിട്ട് പിടിച്ചോ, ഇതൊന്നും കുഴപ്പമില്ല. പക്ഷേ മാഷാ അള്ളാ എന്നെല്ലാം ഉപയോഗിക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു വിവരമാണെന്ന് എനിക്ക് പറയാനുള്ളൂ. കാരണം ഇതുപോലെയുള്ള പരിപാടിയും ചെയ്തിട്ട് മാഷാ അള്ളാനെ വിളിക്കുന്നതിനോട് എനിക്കൊരു യോജിപ്പുമില്ല. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരുത്തനാണെങ്കിലും കുഴപ്പമില്ല. അതായത് കല്യാണമൊന്നും കഴിക്കാത്ത അല്ലെങ്കിൽ ഇങ്ങനെ തെക്ക് വടക്ക് നടക്കുന്ന ഒരുത്തനാണെങ്കിലും കുഴപ്പമില്ല. ഇതെന്ന് പറയുന്ന ഒരു പിന്നെ എന്താ പറയുക, ഇയാളൊരു ബാപ്പയാണ്, അതുപോലെ തന്നെ ഒരു ഭർത്താവാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യനെ കൊണ്ടുപോയിട്ട് ഇനി അയാൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? എൻ്റെ പൊന്ന് ചേട്ടായിയെ, എനിക്ക് നിങ്ങളെ വേണ്ട. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ ആരുടെയെങ്കിലും കൂടെ പോയിക്കോ. അതായത് നിങ്ങളെ താത്താൻ്റെ കൂടെ തന്നെ പോയിക്കോ എന്ന് പറഞ്ഞൂടെ? അതൊന്നും പറയാതെ ഒരു മനുഷ്യൻ്റെ കുടുംബം തകർത്തിട്ട് ഇന്ന് ആ പിള്ളേരുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്കി. അതായത് ഇതിൻ്റെ മക്കളെ അവസ്ഥ അത് വേറെ ആയിരുന്നു. അതായത് ആദ്യത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്, അത് കഴിഞ്ഞിട്ട് ഒരു ആൺകുട്ടിയാണ്. അവറ്റകൾക്ക് സ്കൂളിൽ പോകാനേ കഴിയില്ല. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഈ റസൂൽ പൂക്കുട്ടിയുടെ മക്കളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക്. കാരണം അവരെയും നാറ്റിച്ചിരിക്കുകയാണ്. അങ്ങനെ 2 കുടുംബങ്ങൾ ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിൽ മുണ്ടിട്ടിട്ട് ഇങ്ങനെ നടക്കേണ്ട ഗതികേടായിരുന്നു. ഇനിയിപ്പോൾ ഇങ്ങനെ നടക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ വരെ നമുക്കിങ്ങനെ ഇതാക്കാനേ പറ്റുള്ളൂ. എന്താ ഒരു അവസ്ഥയാണ് ഇത്? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെയാണോ ഇവരൊക്കെ ജീവിതത്തിൽ ഇങ്ങനെയായിപ്പോയത്? ഇതിനൊക്കെ താങ്ങി നടക്കാൻ കുറേ ആൾക്കാരുമായിരുന്നു. എന്തൊക്കെ ആയിരുന്നു പറഞ്ഞ്. ബിഗ് ബോസിലെ വരവ്, സ്നേഹം, കെട്ടിപ്പിടി, ഒന്നും പറയണ്ട. വളരെ മോശമായിരുന്നു. എനിക്ക് ഒരു കാര്യമേ ഉള്ളൂ, എന്താ അറിയുക, ഇന്ന് ആ ഒരു റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ അയാളിനി എന്തെങ്കിലും തെണ്ടിത്തരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളയാളെ ഭാഗത്ത് ഒന്നിക്കൂല. പക്ഷേ ആ മക്കളുടെയോ ഭാര്യയുടെയോ ആ മുഖം അതെന്ന് പറയുന്നത് നമുക്ക് ഇതാക്കാൻ കഴിയില്ല. കാരണം അവർ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓക്കേടേ. ഇതൊന്നും ചെയ്യാതെ ആ മനുഷ്യന്മാർ അനുഭവിക്കുന്ന വേദന, ഇതുപോലെയുള്ള സ്ത്രീകളുണ്ടെങ്കിൽ ഒരു കുടുംബം എപ്പോഴും തകർന്ന് തരിപ്പണായി എന്ന് ചോദിച്ചാൽ മതി. അതായത് റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്ന ഒരുത്തനെ അങ്ങനെ ഒരു മോഹം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? വേണ്ട ഞങ്ങളുടെ അടുത്തേക്ക് വരണ്ടെന്ന് പറഞ്ഞാൽ പോരെ? അല്ലാതെ എന്ന് പറഞ്ഞാൽ വന്നതിൽ ഇങ്ങോട്ട് പോന്നോട്ടെ. കാരണം എന്താ വെച്ചാൽ നല്ല പൈസയല്ലേ.
ആ പൈസ നോക്കിയിട്ട് തന്നെ ആയിരിക്കും. ആ ഫിറോസ് എന്ന് പറയുന്നവൻ ആ മുടി മാത്രമേ ഉള്ളൂ. മുടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു 4 കളറിലെ കണ്ണടയും മാത്രമേ ഉള്ളൂ. ആകെ ഈ 10 റുപ്യേൻ്റെ കണ്ണടിയും ഈ കുറച്ച് മുടിയും വലിച്ചിട്ടിട്ട് ഓൻ്റെ കയ്യിലൊന്നും ഉണ്ടാവില്ല. ഇയാളെ കയ്യിലാണെങ്കിൽ എന്ന് പറഞ്ഞാൽ നല്ല ചൊളയുണ്ടാവുമായിരുന്നു. അതുകൊണ്ടല്ലേ ഇവൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ടാവുക. അല്ലാതെ എന്ന് പറഞ്ഞ് എന്നിട്ടും ഈ പാവ ഇങ്ങനെ നോക്കി നിൽക്കുക. ആ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ആ ഒരു എന്താ പറയണ്ടത് ഇതൊക്കെ ഇട്ടിട്ട് ഇന്ന് വരും നാളെ വരും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നോക്കി ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ നാദിറേൻ്റെ വീട്ടിൽ കൂടിയിൽ വന്ന് അവിടെയും പോയിട്ട് ഇങ്ങനെ നോക്കി നിന്നു. എൻ്റെ കൂടെ വരാനുള്ള വല്ല ചാൻസും ഉണ്ടോ? ഒരു ചാൻസും ഇല്ല. അവസാനം 2 മാസമായി നിലക്ക് ആ പോസ്റ്റർ ഇട്ടപ്പോഴും ശരിക്കും പറഞ്ഞാൽ ആ ചങ്ങാതി ആകെ തകർന്ന് തരിപ്പണായി പോയിട്ടുണ്ടാവും. ഇതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്കെതിരെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ആരോപണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നീട് ആരോപണ വിധേയമായവരൊക്കെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ അതൊരു പാർട്ടി തന്നെയാണ്. ആ പാർട്ടിയിൽ നടന്ന സംഭവങ്ങളെല്ലാം അവർ പറഞ്ഞിരുന്നു. പക്ഷേ ഈ സ്ത്രീ ആണെങ്കിൽ എന്താണ് ചെയ്തത്? അയാളെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് ചെയ്തത്. ഇനി എന്തിൻ്റെ പേരിലായാലും ശരി, എത്രത്തോളം ഇതായാലും ശരി, ഒരു കുടുംബം നശിപ്പിക്കുന്ന സജ്ജന നിങ്ങൾക്ക് മാപ്പില്ലായിരുന്നു. നിങ്ങൾ കല്യാണം കഴിച്ചോ? റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നവനെ കല്യാണം കഴിച്ചോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഇത് തോന്നിയവാസമായി പോയി എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് നിങ്ങൾ വയറ് കാണിച്ചിട്ടും മറ്റേ എന്താ പറയേണ്ടത് ഈ ഇങ്ങനെ പൊത്തി പൊരിച്ചിട്ട് മാഷാ അള്ള 29 പിന്നെ ആഴ്ചയാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴുള്ള ആ കുട്ടികളുടെ നാണക്കേട്, ആ കുട്ടികൾക്ക് വെളിയിലിറങ്ങി നടക്കാൻ പറ്റുന്നുണ്ടോ? ആ സ്ത്രീയുടെ അവസ്ഥകളൊന്ന് ആലോചിച്ച് നോക്ക്. ഏറ്റവും വലിയ ശത്രു സ്ത്രീകളുടേത് സ്ത്രീകൾ തന്നെയാണ്, വേറെ ആരുമല്ല. അതായത് ഒരു ഭർത്താവുള്ള ഒരു പുരുഷൻ ആ 55 വയസ്സിൻ്റെ ആക്കാറുണ്ട്. അതാ നിങ്ങൾ അത് ആലോചിച്ച് നോക്കേണ്ടത്. ആ മനുഷ്യനെ വലിയിട്ട് പിടിച്ചിട്ട് അയാൾക്കാണെങ്കിൽ ആ ഒരു ഇതില്ല. ഇന്നിപ്പോഴും അയാൾ തള്ളിപ്പറഞ്ഞു എന്നോ അയാൾ ഭയങ്കര ചൂടിലാണെന്നോ അയാൾ എന്തോ മറ്റേ ഇതിന് പോകുന്നൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടാ. ഇനി എന്താ നേരുന്നോന്നും നമുക്കറിയില്ല. അയാൾ കേസിന് പോകുന്നോ എന്തൊക്കെയാണ് പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അയാൾ ജയിച്ചു, അത്രയേ ഉള്ളൂ. അയാളല്ല ഉത്തരവാദി എന്നും പറയുന്നുണ്ട്. പിന്നെ അയാളെ ഉത്തരവാദി അല്ലെങ്കിൽ പിന്നെ ഇതെന്നാ അയാൾ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കുന്നതൊന്നല്ലല്ലോ ഇത്. അതുകൊണ്ട് ഞാൻ പറയുന്നതാണ്, അതായത് പാപം ഫിറോസ് എന്ന് പറയുന്നവൻ്റെ കണ്ണീരുണ്ടാകും ഇതിൻ്റെ അകത്ത്. അത് ഉറപ്പായിട്ടുണ്ടാകുമായിരുന്നു. അവൻ ശരി തന്നെ, ഞാൻ പറഞ്ഞല്ലോ കളർ ഗ്ലാസ് മേടിക്കേണ്ട പൈസയേ ഉള്ളൂ അതിന്. പക്ഷേ എങ്കിൽ അതൊരു കുടുംബനാഥം തന്നെയായിരുന്നു. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ ഈ സജ്ജന എന്ന് പറയുന്നതിനെ കുറച്ച് ആൾക്കാർ അറിയുന്ന ഈ ഒരു ഇതിലെത്തിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫിറോസ് തന്നെയാണ്. ഏതായാലും ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം തന്നെയായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് വളരെ മോശമായ കാര്യം തന്നെയാണ്. നല്ലതായി ജീവിക്കുന്ന ഒരു കുടുംബത്തെ അടിത്തറയടക്കം മാന്തുന്നൊരു പരിപാടിയാണ് സജ്ജന കാണിച്ചിരിക്കുന്നത്. റസൂൽ പൂക്കുട്ടി എന്ന് പറയുന്നവനെ കെട്ടണമെങ്കിലെന്ന് പറഞ്ഞാൽ അന്തസ്സായിട്ട് കല്യാണം കഴിക്കുകയെന്ന് വേണ്ടത്. അത് കഴിഞ്ഞിട്ടായിരുന്നു റസൂൽ കുട്ടിയുടെ കല്യാണം എന്താ അയ്യൻ്റെ കല്യാണം കഴിച്ചു എന്ന് പറയേണ്ടത്. അല്ലാതെ അയാളൊരു ഭാര്യ ഒരു ഭർത്താവാണ്, ഒരു ബാപ്പയാണ്. ആ ഒരു സമയത്ത് തന്നെ ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹായത്തിനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇവരെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തോളിലേറ്റ് നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇവർ സമൂഹത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ ഒരു സന്ദേശമാണ് കൊടുത്തിരിക്കുന്നത്. അതായത് കല്യാണം കഴിക്കുന്നതിന് മുമ്പേ എന്താ പറയേണ്ടത്, മാഷാ അല്ലാഹ്, മനസ്സിലായ? എന്താ നാടേ ഇത്? കുറച്ചൊക്കെ വിവരം വേണ്ടായിരുന്നു. ബിഗ് ബോസിൽ പോയ എല്ലാം ഇങ്ങനെ വക്കോട്ടി കളി ചെയ്യുന്നല്ലോ. ബൈ ആ ഒന്ന് ഇത് ചെയ്യണേ, മറ്റേ എന്താ പറയേണ്ടത്, മറ്റേ IP ചെയ്യണേ ഒന്ന്.